അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എറണാകുളം ബറൂണി റാപ്റ്റി സാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ ഇന്നൊരു യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് ബീഹാറിലോട്ട് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ ബീഹാറിലോട്ട് പോകുന്ന വണ്ടിയുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല. ഇതിനാകെ 4 ജനറൽ കോച്ച് ഉണ്ട്, 2 ഫ്രണ്ടിലും 2 ബാക്കിലും. അപ്പോൾ ഇതിൽ നിറച്ച് ബീഹാറികളായിരിക്കും കേട്ടോ. അപ്പോൾ അറിയില്ല, അപ്പോൾ സീറ്റ് കിട്ടുമെന്നും അറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഇത് രാവിലെ 10:50 പുറപ്പെടും. ഇത് വെള്ളിയാഴ്ച മാത്രം ഓടുന്ന വണ്ടിയാട്ടോ. വെള്ളിയാഴ്ച 10:50 പുറപ്പെടുന്ന വണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ട്രെയിനിലായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ കറക്റ്റ് 10:50 പുറപ്പെട്ടു കേട്ടോ. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പ്ലാറ്റ്ഫോം നമ്പർ 1 കറക്റ്റ് 10:50 പുറപ്പെട്ടു. പക്ഷേ ഹോണടിയൊന്നും കേട്ടില്ല കേട്ടോ. സാധാരണ ട്രെയിൻ പുറപ്പെടുമ്പോൾ ഹോൺ അടിക്കുമല്ലോ, ഇത് ഹോൺ അടിച്ചതൊന്നും കേട്ടില്ല. അപ്പോൾ നമ്മുടെ വണ്ടി കറക്റ്റ് ടൈമിൽ 10:50 പുറപ്പെട്ടു. അപ്പോൾ ഇതൊരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മുടെ ആലുവ, അങ്കമാലി, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട, ഒറ്റപ്പാലം, ഇങ്ങനെ പാലക്കാട് വഴിയാണിത് ബീഹാറിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബീഹാറിലോട്ട് പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന്. അപ്പോൾ ഇത് കണ്ടില്ലേ ട്രെയിനിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ. ഇത് ജനറൽ കോച്ചാണ്. ഇനി ജനറൽ കോച്ചും സ്ലീപ്പർ കോച്ചൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ കേട്ടോ. അത് ഇവിടെ കുഴപ്പമുണ്ടാവില്ല, കേരളത്തിലോടുമ്പോൾ കുഴപ്പമില്ല. കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ജനറൽ സ്ലീപ്പറും ജനറലായിട്ട് മാറും. ഇപ്പം തന്നെ ട്രെയിനിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഇവിടെ ഭയങ്കര നാറ്റവും, നിൽക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ജനറൽ കോച്ചിലേ യാത്ര ചെയ്യുന്നവരൊക്കെ സമ്മതിക്കണം. അല്ലെ ഈ നാറ്റവും വെച്ച് ഈ ബറൂണി ജംഗ്ഷൻ വരെയൊക്കെ യാത്ര ചെയ്യുന്നവരൊക്കെ എങ്ങനെയുള്ളത്, അവരെ സമ്മതിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വണ്ടിയിൽ ഇന്നലെ 9 മണിക്കൂർ 17 മിനിറ്റ് ലേറ്റായി. പക്ഷെ എന്തു പറയാനുള്ളത്. എറണാകുളത്തിൻ്റെ ലോക്കോ ഷെഡ് കണ്ട, കുറേ ഇലക്ട്രിക് ലോക്കോ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വണ്ടി ഇന്നലെ 9 മണിക്കൂർ 17 മിനിറ്റ് ലേറ്റായിട്ടാണ് എറണാകുളം ജംഗ്ഷനിലെത്തിയത്. എന്തു പറയാനാണല്ലേ. റെയിൽവേ ഒരു കാരണമില്ലാതെ ലേറ്റ് ആക്കില്ല. പിന്നെ ഈ വണ്ടി ഇന്നലെ വേറെ വഴി തിരിച്ച് വിട്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതായിരിക്കും ഒരു കാരണം. അപ്പോൾ ഇതിലിരിക്കുന്ന ആൾക്കാരെ സമ്മതിക്കണമല്ലേ. 9 മണിക്കൂറൊക്കെ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ വണ്ടി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാട്ടോ. ആലുവ റെയിൽവേ സ്റ്റേഷൻ ഈ വണ്ടിയുടെ ഫസ്റ്റ് സ്റ്റോപ്പാട്ടോ, ആലുവ. അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം ആൾക്കാർ, ജനറൽ കോച്ച് എന്തായാലും ഫുള്ളാവും കേട്ടോ. ഇനി ബാക്കിലാണോ ഫ്രണ്ടിലാണോ എന്ന് അറിയില്ല, ഫ്രണ്ടിലായിരിക്കും മിക്കവരും കയറുക. അപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാട്ടോ, ആലുവ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 മിനിറ്റിന് ശേഷം പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് അങ്കമാലി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബാക്കിൽ ജനറൽ കോച്ചിൽ ആൾക്കാരധികം കയറിയില്ല. എനിക്ക് തോന്നുന്നത് ഫ്രണ്ടിലായിരിക്കും ആൾക്കാർ കയറിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ട് നിൽക്കാൻ സ്ഥലമുണ്ടായി ഭാഗ്യത്തിന്. അല്ലെങ്കിൽ ബാക്കിലാണെങ്കിൽ എല്ലാവരും വന്നെങ്കിൽ പെട്ടേനെ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ബറൂണി ജംഗ്ഷൻ എന്ന് പറയുന്നത് ബീഹാറിലോട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ബീഹാറിലോട്ട്, കേരളത്തിൽ നിന്ന് ബീഹാറിലോട്ട് ഒരു 4 ദിവസം എടുക്കും. 4ാമത്തെ ദിവസം വെളുപ്പിനെയാണ് ഈ വണ്ടി ബീഹാറിലെത്തുക. അപ്പോൾ ഇവിടെ നിന്ന് ബീഹാറിലോട്ട് ജനറൽ കോച്ച് 640 രൂപയും, പിന്നെ സ്ലീപ്പറിൽ 1050 രൂപയും, പിന്നെ തേർഡ് എ സിക്ക് 2650 രൂപയും,
സെക്കൻഡ് എ സിക്ക് 3940 രൂപയും പിന്നെ ഫസ്റ്റ് എ സി ഉണ്ട്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഈ വണ്ടിക്ക് ഫസ്റ്റ് എ സി ഉണ്ട്. ഫസ്റ്റ് എ സിക്ക് ഇതിന് 6760 രൂപ. അപ്പോൾ ഇതാണ് ഈ ട്രെയിനിൻ്റെ ഈ ഫെയർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ടൈമിൽ ഓടുന്ന വേറെ 2 ട്രെയിനുകളുണ്ട്. ഒന്നാമത്തെ ട്രെയിൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ഗോരഖ്പൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സും പിന്നെ തിരുവനന്തപുരം കോർപ്പ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സും. ഈ 2 ട്രെയിനുകളാണ് ഈ വണ്ടിയുടെ ടൈമിലോട്. ഈ തിരുവനന്തപുരം കോർപ്പ സൂപ്പർഫാസ്റ്റ് എറണാകുളം ജംഗ്ഷൻ ആലപ്പുഴ വഴി വരുന്നതും പിന്നെ തിരുവനന്തപുരം ഗോരഖ്പൂരിൽ ആ വണ്ടി കോട്ടയം വഴിയാണ് വരുന്നത്. അത്രയും മാത്രമേ ഈ വണ്ടിക്ക് വ്യത്യാസമുള്ളൂ. ബാക്കി ഇതിൻ്റെ ടൈമും സ്റ്റോപ്പൊക്കെ ഒരേ സ്റ്റോപ്പിലായി. ഇതിന് ചാലക്കുടി സ്റ്റോപ്പുള്ള പോലെ മറ്റേതിന് 2 സെയിം ടൈമിൽ ചാലക്കുടിയിലൊക്കെ സ്റ്റോപ്പുണ്ട്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ മെമു ട്രെയിനുകൾ, പാസഞ്ചർ ട്രെയിനുകൾ ഇതൊക്കെ ഈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളുടെ മുന്നോ അതിന് ശേഷമോ കൊടുത്തു കഴിഞ്ഞാൽ ഈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളിലെ ജനറൽ കോച്ചിലെ തിരക്ക് അത്യാവശ്യം നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ മംഗള ലക്ഷദ്വീപ്, നേത്രവതി എക്സ്പ്രസ് ഇതിലൊക്കെ ഈ ജനറൽ കോച്ചുകൾ ആകെ 2 ഉള്ളൂ. 2 ഉണ്ടാവുള്ളൂ, 4 ഓക്കെ. പക്ഷേ ഈ അതിൻ്റെ ഇടയിൽ ഒരു മെമു സർവീസൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ തിരക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഈ നമ്മുടെ ഈ കണ്ണൂർ ഭാഗത്തോട്ടൊക്കെ ആ ടൈമിൽ ഈ നമ്മുടെ മംഗള ലക്ഷദ്വീപിൻ്റെ ആ ടൈമിന് ശേഷം ഒരു മെമു ട്രെയിനോ ഒരു പാസഞ്ചർ ട്രെയിൻ അറേഞ്ച് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വണ്ടിയുടെ 2ാമത്തെ സ്റ്റോപ്പായ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുക കേട്ടോ. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ചാലക്കുടി, അത് കഴിഞ്ഞ് ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ, പിന്നെ വടക്കാഞ്ചേരി, ഒറ്റപ്പാലം, പാലക്കാട്. കേരളത്തിൽ ഇത്രയും സ്റ്റോപ്പുകളുള്ളൂ കേട്ടോ ഈ വണ്ടിക്ക് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ചാലക്കുടി. അപ്പോൾ ഈ വണ്ടി അങ്ങനെ എവിടെയും പിടിച്ചിടുന്നില്ല. കാരണം വണ്ടി വിട്ട ഉടനെ തന്നെ നല്ല സ്പീഡിൽ എടുത്തിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറി അല്ലേ, അപ്പോൾ അതായിരിക്കും ഇത്ര നല്ല സ്പീഡിൽ പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ സ്പീഡിലെടുത്ത് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ 12521 12522. ഇത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വെള്ളിയാഴ്ച മാത്രം പുറപ്പെടുന്ന വണ്ടി കേട്ടോ. ഈ വണ്ടി വെള്ളിയാഴ്ച 10:50 രാവിലെ പുറപ്പെട്ട് 4ാമത്തെ ദിവസം വെളുപ്പിന് 12:05 ഇത് ബറൂണി ജംഗ്ഷനിൽ ഇത് എത്തിച്ചേരുന്നു. ഇത് 3432 കിലോമീറ്റർ സഞ്ചരിക്കാൻ 61 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടാണ് ഈ കിലോമീറ്ററൊക്കെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത് തിരിച്ച് ഈ വണ്ടി തിങ്കളാഴ്ച രാത്രി 10:50 പുറപ്പെട്ട് 4ാമത്തെ ദിവസം രാവിലെ 11:30 ഈ വണ്ടി എറണാകുളം ജംഗ്ഷനിൽ ഇത് എത്തിച്ചേരും. തിരിച്ചു വരുമ്പോൾ ഇതിന് ഈ എറണാകുളം ടൗണിലൊക്കെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ അതുമാത്രം ഇതിന് 4 ജനറൽ കോച്ചും 1 ഫസ്റ്റ് എ സി, പിന്നെ 2 സെക്കൻഡ് എ സി, 5 തേർഡ് എ സി, പിന്നെ ഒരു എക്കണോമി ഉണ്ട്, പിന്നെ 6 സ്ലീപ്പറാണ് ഈ ട്രെയിനിൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ 10-11 മിനിറ്റ് ലേറ്റായിട്ട് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ ഇതുവരെയും ജനറൽ കോച്ച് ഫുള്ളായിട്ടില്ല. എനിക്ക് തോന്നണേ ഈ ഫ്രണ്ടിലെ ജനറൽ കോച്ചിലായിരിക്കും മിക്കവരും കയറുന്നതെന്ന് തോന്നണം. അതായിരിക്കും ഇങ്ങനെ ബാക്കിലെ ജനറൽ കോച്ച് ഫുള്ളാവാത്തതെന്ന് തോന്നുന്നു. അപ്പോൾ അത് രക്ഷപ്പെട്ടു. അല്ലേ ഞാൻ നേരത്തെ വിചാരിച്ച ഫ്രണ്ടിൽ കയറണമെന്ന് ഞാൻ വിചാരിച്ച ഭാഗ്യത്തിന് ബാക്കിൽ കയറി.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അപ്പോൾ കുറച്ച് മുന്നേ പൈസ പിരിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ഹിന്ദിക്കാരുടെ കയ്യിൽ നിന്ന് ഇവർ തട്ടിപ്പറിച്ച് പൈസ മേടിക്കണതാണ്. അപ്പോൾ മലയാളികളോട് അങ്ങനെ അധികം കയറക്കാനൊന്നും വരുന്നില്ല. പക്ഷേ ഹിന്ദിക്കാരുടെ അടുത്ത് നിന്ന് ഇവർ തട്ടിപ്പറിച്ച് മേടിക്കുകയും തരാത്തവരുടെ മോന്തൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണം റെയിൽ മദതിലോ അല്ലെങ്കിൽ റെയിൽവേയുടെ നമ്പറുണ്ട് 139, അതിൽ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾ ട്രെയിനിൽ പോകുമ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ റെയിൽ മദതിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, നമ്മുടെ വണ്ടി അങ്ങനെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഇരിഞ്ഞാലക്കുട ഉണ്ടാകും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ജനറൽ കോച്ചുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് കാരണമെന്ന് അറിയില്ല. അപ്പോൾ ഒന്നല്ലെങ്കിൽ റെയിൽവേ വല്ല മെമ്മു ട്രെയിനുകളോ പാസഞ്ചർ ട്രെയിനുകളോ ഈ എറണാകുളം ഷൊർണൂർ റൂട്ടോ പാലക്കാട് റൂട്ട് പിന്നെ ഷൊർണൂർ കണ്ണൂർ ആ റൂട്ടിലോട്ടൊക്കെ ഏതെങ്കിലും ഒരു മെമ്മു സർവീസോ പാസഞ്ചർ സർവീസോ ഓടുക, അല്ലെ എക്സ്പ്രസ് സർവീസ് ഓടുക. അത് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ലാഭം. അതുമാത്രമല്ല, ഇവിടെയുള്ള ജനങ്ങൾക്ക് അത് വളരെ ഉപകാരമായിരിക്കും. അതുകൊണ്ട് ഈ കാര്യത്തിൽ റെയിൽവേ തീരുമാനങ്ങൾ എടുക്കുക. അല്ലാതെ എപ്പോഴും വന്ദേ ഭാരതും AC ട്രെയിൻ മാത്രം പോരാ, സാധാരണക്കാർക്കും ജീവിക്കണം ഇവിടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വണ്ടി 10-11 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പുറകെ തന്നെ ശബരി എക്സ്പ്രസ് വരുന്നുണ്ട്, തിരുവനന്തപുരം സെക്കന്ദരാബാദ് എക്സ്പ്രസ്. അപ്പോൾ ആ വണ്ടി മിക്കതും ലേറ്റാവും, നമ്മുടെ ഈ വണ്ടി ലേറ്റ് ആയതുകൊണ്ടേ. അപ്പോൾ റെയിൽവേ എന്നാണ് ഈ വണ്ടിയൊക്കെ ഓൺ ടൈമിൽ ഓടിക്കാമെന്ന് അറിയില്ല. അപ്പോൾ ഓൺ ടൈമിൽ ഓടിക്കുമായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ ഈ ട്രെയിനിൽ ഈ കാശ് തട്ടിപ്പറിച്ച് മേടിക്കുന്ന ആളുകളെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലത്തെ എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ റെയിൽ മദതിൽ കംപ്ലയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റെയിൽവേയുടെ നമ്പറായ 139 എന്ന നമ്പറിൽ വിളിക്കുക, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. അവർ ഏതെങ്കിലും ഈ സ്റ്റേഷനിലെത്തുമ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്യും. പിടിച്ചതിന് അവർ കേസെടുത്ത് അവർ കാര്യങ്ങൾ ചെയ്തോളും. അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ എനിക്ക് അങ്ങനത്തെ മോശമായിട്ടുള്ള ഒന്നും ഉണ്ടായില്ല. അവർ പൈസ ചോദിച്ചപ്പോൾ ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും മിണ്ടാതെ അവരങ്ങ് പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കംപ്ലയിൻ്റ് ഒന്നും കൊടുക്കാതെ. അപ്പോൾ എല്ലാവർക്കും ബൈ.